ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, 500 ഗ്രാം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവാളയാണ്. ഒരു വലിയ സവാള എടുത്ത് ക്യൂബുകളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നാരങ്ങ വേണം, അരമുറി. പിന്നെ വേണ്ടത് മുട്ടയാണ്, ഒരെണ്ണം എടുത്തിട്ടുണ്ട്, നന്നായി അടിച്ചു വെച്ചു. പിന്നെ വേണ്ടത് മൈദ വേണം, 2 ടേബിൾ സ്പൂൺ. കുരുമുളക് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടത് ചില്ലി സോസാണ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താലും മതി. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്, അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് സോയ സോസാണ്, 2.5 ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്തിട്ടുണ്ട്. സോയ സോസ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അല്പം എള്ളെണ്ണ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്, 1/2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് എണ്ണയാണ്, സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ്. നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിക്കാം. പിന്നെ വേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഇട്ടാലും മതി. പിന്നെ വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും കുരുമുളകും മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഇപ്പോൾ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇനിയിപ്പോൾ ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ചിക്കൻ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ നിറത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. നമ്മൾ ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടാവുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യാം. അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ബ്രൗൺ നിറമൊന്നും ആവണ്ട, അതിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ ആയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചില്ലി സോസ് ചേർക്കാം. ഇതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് അരച്ച് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ പ്യൂരി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സോയ സോസാണ്, അത് ചേർക്കാം. ഇപ്പം സോയ സോസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ എണ്ണ നമ്മൾ സാധാരണ എണ്ണയും ബട്ടറും ഇടുന്നതിന് പകരം ഇതിലേക്ക് കുറച്ച് കടുക് നമ്മുടെ എള്ളെണ്ണ ഇട്ടാൽ മതി. എള്ളെണ്ണ ഒരു പ്രത്യേക ഫ്ലേവർ തരും ഇതിന്. പക്ഷേ സോയ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഇതൊന്ന് വഴറ്റണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് നാരങ്ങാനീര് ഒഴിക്കണം. ഇത് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റാം. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് നാരങ്ങാനീരോടെ ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ഇതൊന്ന് സോസിൻ്റെ രീതിയിൽ ഇങ്ങനെ കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സോയ സോസ് ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇപ്പോൾ സോയ സോസ് ഇല്ലാത്തവരാണെങ്കിൽ എള്ളെണ്ണ ചേർക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെളുത്തുള്ളിൻ്റെ ചേർക്കണം ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും കുറച്ചുകൂടെ അടുത്ത്. ഇനി ഇത് നല്ലപോലെ ഇളക്കുക. ഈ ചിക്കനോട് ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കുറച്ച് ഉപ്പുകൂടി ഇടാം. സോയ സോസിന് ഉപ്പുള്ളത് കൊണ്ട് അധികം ഉപ്പ് വേണ്ട, ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇനി നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കുറുകി വരുന്നവരെ. ഇപ്പോൾ അത്യാവശ്യം ചിക്കനെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി ഇച്ചിരി കുറവ് വേണം തോന്നുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് വറ്റിച്ചെടുക്കാം. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ചുകൂടെ ഉള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഇത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചില്ലി ചിക്കൻ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി നമുക്കൊരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.